നോമ്പ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. തന്നെ പാടാണ് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് നോമ്പ് 11 അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കണം നോമ്പിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടണമെന്ന്, പക്ഷേ പറ്റുന്നില്ല. കാരണം ഫോൺ സ്റ്റോറേജ് ഫുള്ളാണ്. ഇത് ഇക്കാടെ ഫോണാണ് കേട്ടോ, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അത്താഴം കഴിക്കാറില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് രാവിലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറും. അപ്പോൾ പിന്നെ അത്താഴം കഴിക്കാറില്ല, വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കിടക്കാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇന്നലെ ഞാനൊരു പുലർച്ചെ 4 മണി സമയത്ത്, അതായത് ഇന്ന് പുലർച്ചെ 4 മണി സമയത്ത് തീരെ ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പീസ് മറ്റേ പേരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞ് 10:45 കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. കാരണം രാത്രി ഒന്നും ഉറങ്ങാത്ത കാരണം ഒരു 5 മണി സമയത്താണ് ഞാൻ ഉറങ്ങിയത്. ഒരു 10:45 10:30 ടൈമിലാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ അതുമോനക്ക് ചായ കൊടുക്കണം, പിന്നെ ബാക്കി വീട്ടിലത്തെ പണികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അതിന് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ മാങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ തൊട്ട് വെക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തായാലും നമുക്ക് മേലെ കൊണ്ട് വെക്കാം കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ. കേട്ടോ, അടിപൊളിയാണ്. അടുത്ത് തന്നെ പാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചു വരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു കുട്ടി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ വരും, 11 മണിക്ക് വരും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് പണികളൊക്കെ ആയിട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് മൂത്തമ്മ വന്നിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ട്യൂഷൻ കുട്ടി. ഹായ് പറഞ്ഞേ. ഹായ്. അങ്ങനെ 1.5 മണിക്കൂർ ട്യൂഷന് ശേഷം ട്യൂഷൻ കുട്ടി അങ്ങനെ പോയിട്ടാ വീട്ടിലേക്ക്. പിന്നെ ഞാൻ ഇക്കടെ വീട്ടിൽ നിന്ന് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കണം. അവന് ടിവിയും കാണുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെഫിക്കാടെ മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കളിക്കാൻ അതുപോലെ കുഞ്ഞുറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാനായിട്ട് പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ട് പിന്നെ എൻ്റെ ഒത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് പോന്നു. ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈഡ് റൈസ് അതേപോലെ സോയ ചില്ലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ് കേട്ടോ കുടിക്കുക. ഇക്കാക്കും മോനിക്കും ടാങ്ക് കലക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ സെറ്റാക്കി പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. നമ്മളൊന്ന് ചക്കരമത്തി അതേപോലെ തന്നെ പപ്പായാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞിട്ട് പള്ളിക്കൽ നിന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റാണ്, ഒരു പൊതിയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ എൻ്റെ നിസ്കാരം മൊത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കഴിച്ച കാരണം പിന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സോയാബീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ നോമ്പ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും 14 മണിക്കൂറാണ്. അതായത് ഒരു 4 മണിക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ എല്ലാവരും കഴിക്കുന്ന നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ വല്ല ചോറോ അങ്ങനെയാണ് എല്ലാവരും കഴിക്കാറ്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പീസ് പേരൊക്കെയാണ് കഴിച്ചത് ഇന്ന്. പൊതുവേ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ രാത്രി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കിടക്കാറാണ്. ഇന്നലെ ഇപ്പോൾ ഒരു 7 മണിക്ക് കഴിച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ 6:30 വരെ ഞാൻ നോമ്പ് എടുക്കുന്ന പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, വല്ല തലകറങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളത്. അൽഹംദുലില്ലാഹ് എന്തായാലും നോമ്പ് കിട്ടി എനിക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.